ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടുണ്ടാക്കിയ നാമുമായി ചെയ്ത വാഗ്ദത്തം എന്തൊക്കെയാണ് എന്നാണല്ലോ. അവൻ നമുക്കന്ന് എഗ്രിമെൻ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണല്ലോ. ആ എഗ്രിമെൻറ്റിൻ്റെ പരസ്യമായ അടയാളമാണ് നമുക്ക് കിട്ടിയതായ ബൈബിൾ. ആ ബൈബിളിൽ അവൻ നമുക്ക് ചെയ്ത വാഗ്ദത്തങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇരുമ്പ് മറ ഉണ്ടായിരുന്ന ഈ സമയത്ത് റഷ്യയിലെ ഒരു പ്രദേശത്ത് ഒരു മനുഷ്യൻ പ്രാർത്ഥനയ്ക്കായി കടന്നു പോവുകയായിരുന്നു. ആ മനുഷ്യനെ രഹസ്യ പോലീസുകാർ തടഞ്ഞു നിർത്തി. എവിടെയാണ് പോകുന്നത്, എന്താണ് പോകുന്നത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ മരിക്കുമ്പോൾ പിതാവ് ഒരു എഗ്രിമെൻ്റ്, ഒരു മുദ്ര, ഒരു പത്രം അവനുമായിട്ട് വെച്ചിരുന്നു. അതിൽ എനിക്കുള്ള വാഗ്ദത്തങ്ങൾ, എനിക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുകയാണ് എന്ന് പറഞ്ഞു. അത് ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഗലാത്യ ലേഖനം 3-ാം അധ്യായം 29-ാം വാക്യം, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായം മുഴുവൻ വാഗ്ദത്ത പ്രകാരം കിട്ടുന്ന അവകാശത്തെക്കുറിച്ച് വ്യക്തമായി വരച്ചു കാട്ടിയിരിക്കുന്നു. അവിടെ പ്രധാനമായി എടുത്തു പറയുന്നത് അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തിന് അവകാശികൾ നാമത്രേ. വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ച്, കഴിഞ്ഞ ദിവസം നാം കേട്ടതുപോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ മക്കളായി തീർന്ന ഓരോരുത്തർക്കും ഉള്ളതായ വാഗ്ദത്തം അബ്രഹാമിന് കൊടുത്ത അതേ വാഗ്ദത്തം തന്നെയാണെന്ന് വ്യക്തമായി പൗലോസ് വിശദമാക്കുന്നു. ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കുവാൻ നാം വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുക മാത്രം ചെയ്യുക വേണം എന്ന് പൗലോസ് ഇവിടെ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. യഹൂദന്മാരെയല്ല, മറിച്ച് ജാതികളോട് പറയുകയാണ്, യഹൂദന്മാരല്ല അബ്രഹാമിൻ്റെ അവകാശികൾ, വാഗ്ദത്തത്തിന് അവകാശികൾ. അത് ന്യായപ്രമാണം നീങ്ങിപ്പോകുന്നതോടുകൂടി, ക്രിസ്തു അത് മാറ്റിവെച്ചതോടുകൂടി പകരം ഒരു പുതിയ പ്രമാണം, ഒരു ന്യൂ കവനൻ്റ്, ഒരു പുതിയ നിയമം ക്രിസ്തു ഉണ്ടാക്കിയതോടുകൂടി ആ വാഗ്ദത്തത്തിൻ്റെ അവകാശസ്ഥാനം അവരിൽ നിന്ന് മാറിപ്പോയിട്ട് വിശ്വസിക്കുന്ന എന്നിലേക്കും നിന്നിലേക്കും അത് കടന്നു വന്നു എന്ന് വ്യക്തമായി ഇവിടെ വരച്ചു കാണിക്കുന്നു. വിശദമായി ആ അധ്യായം സ്വസ്ഥമായിരുന്നത് വായിച്ചു നോക്കുക. ഗലാത്യ ലേഖനം വായിച്ചു നോക്കുക. അവിടെ നമ്മളോട് പറയുന്നത് അബ്രഹാമിൻ്റെ അവകാശം, അബ്രഹാമിൻ്റെ കിട്ടിയ വാഗ്ദത്തം അത് നമുക്കാണ് എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അബ്രഹാമിനെ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ അബ്രഹാമിനോട് ഒരു വാക്കാലുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചിട്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നു, നീ പുറത്തേക്കിറങ്ങി കടൽക്കരയിലെ മണൽത്തരികളെ എണ്ണുക. ഈ മണൽത്തരികളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ, എണ്ണുവാൻ കഴിയുന്നിടത്തോളം ശ്രമിക്കുന്നു എങ്കിൽ അതിലുപരിയായി ആ കടൽക്കരയിലെ മണൽത്തരികളെ പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. അതിനുശേഷം അവൻ ഒരു രാത്രിയിൽ അബ്രഹാമിനെ പുറത്തേക്ക് ഇറക്കി നിർത്തിയിട്ട് ആകാശത്തേക്ക് നോക്കുവാൻ പറയുന്നു. അവൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളെ കാണുന്നു. ഈ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, ഇതുപോലെ ഞാൻ നിനക്ക് മക്കളെ തരും. ഞാൻ വിശ്വസിക്കുന്നത് കടൽക്കരയിലെ മണൽത്തരികളായിരുന്നു അക്ഷരീക ഇസ്രായേൽ മക്കളെങ്കിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ് പിന്നീട് ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്നതായ ജനക്കോടികൾ, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളതായ സമൂഹം. പഴയ നിയമം, പുതിയ നിയമം എന്ന് 2 ഭാഗങ്ങളായിട്ട് ബൈബിളെ തിരിച്ചിരിക്കുന്നു. അതിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ളതായ പുസ്തകങ്ങളിൽ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അവരെല്ലാവരും അബ്രഹാമിൻ്റെ ദൈവമേ എന്നോ, ഇസ്ഹാക്കിൻ്റെ ദൈവമോ, യാക്കോബിൻ്റെ ദൈവമേ എന്നോ വിളിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നു. ആ വിളി ക്രിസ്തുവുമായിട്ടുള്ള എഗ്രിമെൻ്റ് വന്നതിന് ശേഷം, ക്രിസ്തു നമ്മളുമായിട്ട് വെച്ച എഗ്രിമെൻ്റ് വന്നതിന് ശേഷം ആ വിളിയുടെ രീതി പാടെ അങ്ങ് മാറുന്നു. അബ്ബാ പിതാവേ, അപ്പ എന്ന് വിളിക്കാനുള്ളതായ ഒരു സ്വാതന്ത്ര്യം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരുപാട് അവകാശങ്ങൾ, ഒരുപാട് അധികാരങ്ങൾ
നമ്മിലേക്ക് കടന്നു വരികയാണ് ഒരൊറ്റ വിളിയിൽ. നേരെ മറിച്ച് ദൈവമേ എന്ന് വിളിക്കുമ്പോൾ, അബ്രഹാമിൻ്റെ ദൈവമേ, ഇസ്ഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ദൈവം ഇരിക്കുന്ന പർവ്വതത്തിനടുത്തേക്ക് ആർക്കും കടന്നു വരുവാൻ പറ്റത്തില്ല. ഒരു മൃഗമെങ്കിലും കടന്നു വന്നാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുവാൻ ആഗ്രഹിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തന് മാത്രമേ കയറുവാൻ പറ്റൂ. അതും ആണ്ടിലൊരിക്കൽ മാത്രം. അതും ശുദ്ധീകരിച്ച് ദൈവം പറഞ്ഞ ക്രിയകളൊക്കെ, കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടേ അങ്ങോട്ട് കയറുവാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ്. അല്ലാതെ ആര് കടന്നാലും ആര് വന്നാലും അവർ മരിച്ചു പോകും. ദൈവം വസിക്കുന്ന അടുത്തേക്കെങ്കിലും കടന്നു വന്നാൽ, അതിൻ്റെ പരിസരങ്ങളിലേക്കെങ്കിലും കടന്നു വന്നാൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. നേരെ മറിച്ച് ഇതാ പിതാവിൻ്റെ അടുക്കിലേക്ക് പുത്രന് സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാൻ കഴിയുന്നു. ആ സ്വാതന്ത്ര്യമാണ് നമ്മിലേക്ക് അവൻ പകർന്നു തന്നത്. ഇവിടെ ദൈവമേ എന്നുള്ള വിളിക്ക് പകരം പിതാവേ എന്നുള്ള വിളി, ദൈവമേ എന്നുള്ള വിളിയുടെ സ്ഥാനത്ത് പിതാവേ എന്നുള്ളതായ വിളി, ദൈവത്തിൻ്റെ സ്ഥാനത്ത് അവൻ പിതാവായി മാറുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പിതാവിൻ്റെ അധികാരം അവൻ നമ്മുടെ മേൽ പ്രയോഗിക്കുന്നു. ആ അധികാരം സ്നേഹമാകുന്ന അധികാരം. ആ സ്നേഹത്താൽ നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് സദാസമയവും കടന്നു എന്ന് ധൈര്യത്തോടുകൂടെ സംസാരിപ്പാൻ, ധൈര്യത്തോടെ ഇടപെടുവാനുള്ളതായ അധികാരം നമുക്ക് നൽകി തന്നിരിക്കുന്നു. നേരത്തെ ദൈവത്തിനായിരുന്നു അധികാരമെങ്കിൽ, പഴയ നിയമകാലത്ത് ദൈവത്തിനായിരുന്നു അധികാരമെങ്കിൽ, തൊടരുത്, അടുക്കരുത്, പിടിക്കരുത് എന്നുള്ള കർശന നിയമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, പുതിയ നിയമം വന്നപ്പോൾ ആ അധികാരം നമ്മിലേക്ക് കടന്നു വന്നു. കാരണം നമുക്ക് വ്യക്തമായി മനസ്സിലാകാം, ഒരു പിതാവും മകനും തമ്മിലുള്ളതായ ബന്ധം, പിതാവിൻ്റെ അടുക്കൽ മകനുള്ളതായ സ്വാതന്ത്ര്യം, പിതാവിൻ്റെ അടുക്കൽ മകൻ എപ്പോഴും കടന്നു വരുവാനുള്ളതായ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആ ഒരു അധികാരം, ആ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിരിക്കുന്നു എങ്കിൽ അത് വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുക. ആ വിശ്വാസം ഇന്ന് പകൽക്കാലം അത് ഉൾക്കൊള്ളുക. വരുന്ന ദിവസങ്ങളിൽ ആ വാഗ്ദത്തങ്ങൾ, അബ്രഹാമിൽ കൂടെ നമുക്ക് കിട്ടിയ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി നാം ചിന്തിക്കുവാൻ പോകുകയാണ്. ഈ പകൽക്കാലം ദൈവം നമ്മെ എവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.